അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സപ്പോർട്ടിൽ നിന്ന് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് നമ്മൾ പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് ട്രേഡ് എടുക്കുന്നത് നമുക്ക് പഠിക്കാം. അപ്പോൾ റെസിസ്റ്റൻസിൽ നിന്ന് ട്രേഡ് എടുക്കുന്നതിനായിട്ട് നമ്മൾ ലാസ്റ്റ് ദിവസത്തെ മാർക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോഴറിയാം നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത ലെവലാണ് 24,300 എന്ന് പറയുന്ന നല്ല റെസിസ്റ്റൻസ് ലെവലാണ്. അവിടെ മാർക്കറ്റ് എത്തി, അവിടെ സെല്ലേഴ്സ് ആക്റ്റീവായി, മാർക്കറ്റ് എന്നാണ് നേരെ താഴേക്ക് വന്നു. അപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ട്രേഡ് എടുക്കാമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് ഇവിടെ നല്ലൊരു ട്രേഡ് ഇല്ല. ഓക്കെ, അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൽ എത്തി മാർക്കറ്റ് താഴേക്ക് വന്നു, അത് ഓക്കെയാണ്. പക്ഷെ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ ഇല്ല. നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ ഇവിടെ വരാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ട്രേഡ് ഒഴിവാക്കിയിരുന്നു. ഇവിടെ നല്ലൊരു ട്രേഡിംഗ് പ്ലാൻ എനിക്ക് ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കാത്തിരിപ്പാണ്. നമ്മൾ റെസിസ്റ്റൻസിൽ വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുക, അതല്ലെങ്കിൽ സപ്പോർട്ടിൽ വന്നതിന് ശേഷം നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുക എന്നുള്ള ഒരു കാത്തിരിപ്പാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്ലാൻ എപ്പോഴാണോ സെറ്റപ്പ് ആവുന്ന ആ സമയത്ത് മാത്രമേ നമ്മൾ ട്രേഡിനെ കുറിച്ച് ആലോചിക്കാവുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെറിയൊരു റെസിസ്റ്റൻസ് സോൺ വരുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ റിജക്ട് ചെയ്ത ഏരിയ ആണ്. ഇത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുമ്പോൾ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഷൂട്ടിംഗ് സ്റ്റാർ ആണ്, നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ ആണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് താഴേക്ക് ഒരു എൻട്രി എടുക്കാം, ഇതിന്റെ മുകളിൽ ഒരു SL വെക്കുക, താഴേക്ക് നല്ലൊരു എൻട്രി എടുക്കാം. ഒരുപാടൊന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു 1:3 ഒക്കെ കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ 1:2 ഒക്കെ കിട്ടുവാണെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ബെയറിഷ് ക്യാൻഡിൽസുകൾ വരുമ്പോൾ മാത്രമേ നമ്മൾ റെസിസ്റ്റൻസ് ചെയ്യുന്ന ഒരു ട്രേഡ് എടുക്കാനായിട്ട് നോക്കാവുള്ളൂ. ട്രേഡിങ്ങിനെ കുറിച്ച്, ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മുടെ ചാറ്റ് പാഡ് എന്ന് പറഞ്ഞ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. അതോടൊപ്പം നമ്മുടെ ഫ്രീ ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ലെവൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് കമന്റ് ബോക്സിൽ ലിങ്ക് കമന്റ് ഇടുക, ലിങ്ക് നിങ്ങളുടെ ടീമിൽ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.